എസ് ജി കെ ഡൽഹിയിലെത്തി എൽദോസ് കുന്നപ്പള്ളി ചർച്ച നടത്തിയതിനു ശേഷം ആ ഒരു സീറ്റിൽ ഏകദേശം ഉറപ്പാണ്, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് തന്നെ ആയിരിക്കും എന്നുള്ളതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പെരുമ്പാവൂരിൽ. പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാറ്റം ഇപ്പോൾ ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാവുന്ന ഒരു ഘട്ടത്തിൽ മറ്റ് 3 പേരുകൾ തന്നെയാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. ഒന്ന് മനോജ് മൂത്തേടത്തിന്റെ പേരാണ്. പക്ഷേ അദ്ദേഹം മത്സരിക്കാനില്ല എന്നുള്ളത് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അതിൽ ഒരു മാറ്റം, അല്ലെങ്കിൽ അവിടുന്ന് ഏതെങ്കിലും രീതിയിലുള്ള നേതൃത്വവുമായി സംസാരിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരും. മറ്റൊന്നുള്ളത് ഉല്ലാസ് മനോജിന്റെ പേരാണ്, ഉല്ലാസ് തോമസിന്റെ പേരാണ് മറ്റൊന്ന് പറഞ്ഞു കേൾക്കുന്നത്. ഇങ്ങനെ പ്രധാനപ്പെട്ട 2-3 പേരുകൾ ഇപ്പോൾ തന്നെ പെരുമ്പാവൂരിലുണ്ട്. അതിൽ ആരായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു നീക്കം അത് ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം ഈ ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാതി ആരോപണമൊക്കെ ഇതിനോടകം തന്നെ നിൽക്കുന്ന ഒരാൾ കൂടിയാണ് എൽദോസ് കുന്നപ്പള്ളി. ഒപ്പം തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന 26-ാം തീയതി ആ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യാവുന്ന ഒരു ഘട്ടത്തിൽ കൂടി നിൽക്കുകയാണ്. അതുകൊണ്ടത് തിരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെട്ടു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. ഒരുപക്ഷെ അതുകൊണ്ടുകൂടിയായിരിക്കാം ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഒപ്പം ജയസാധ്യതയെ സംബന്ധിച്ചും വലിയ രീതിയിൽ പെരുമ്പാവൂരിൽ ഒരു ചർച്ച ഇതിനോടകം തന്നെ നടന്നിരുന്നു. മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ സിറ്റിംഗ് MLA-മാർ മത്സരിക്കുമ്പോൾ പെരുമ്പാവൂരിൽ അത് വേണമോ എന്നുള്ളത് LDF വലിയ രീതിയിൽ ഒരു ചർച്ചയാക്കിയ വിഷയം മാറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സംശയം നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന രീതിയിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല എന്നുള്ളത് വരുന്നത്. മറ്റാരെ എന്നുള്ളതിനെ സംബന്ധിച്ച് പുലങ്കുഷിതമായിട്ടുള്ള ഒരു ചർച്ച ഇതിനോടകം തന്നെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ പൊതുവിൽ ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തെക്കാൾ കൂടുതൽ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളിൽ ചിലർ എൽദോസിന്റെ ജയസാധ്യതയിൽ സംശയം പ്രകടിപ്പിച്ചു എന്നാണ് അറിയുന്നത്. കാരണം ഈ സ്ത്രീപീഡന കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എൽദോസിന് ഇത്തവണ മത്സരിപ്പിച്ചാൽ അത് ഒരുപക്ഷെ തിരിച്ചടിയാകും, ആ സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വിലയിരുത്തലിന്റെ പേരിലാണ് മറ്റേതാനും പേരുകൾ ഇപ്പോൾ പരിഗണനയിലുള്ളത്. അതിലൊന്ന് നേരത്തെ വിപിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉല്ലാസ് തോമസ് ആണ്. മറ്റൊന്ന് മനോജ് മൂത്തേടത്തിന്റെ പേര് വരുന്നുണ്ട്. അതുപോലെ തന്നെ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനായ ജെയ്സൺ ജോസഫിന്റെ പേര്. അങ്ങനെ സാധ്യതാ പട്ടികയിൽ 3-4 പേരുകളുണ്ട്. അതിൽ മുൻഗണനയിൽ പരിഗണിക്കുന്നത് ഉല്ലാസ് തോമസിന്റെ പേരാണ് എന്ന് കേൾക്കുന്നുണ്ട് വിപിൻ. അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേരാണ്. അവിടെ ഒരു സാമുദായിക സമവാക്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരീക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പെരുമ്പാവൂർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഹൈക്കമാൻഡ് ഈ തരത്തിൽ ഏത് തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഐ ഗ്രൂപ്പ് ആരെയായിരിക്കും അവിടെ പരിഗണിക്കുക എന്നുള്ളത് കൂടിയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.